അതിക്രൂരമായി 60കാരനായ ഭർത്താവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. കണ്ണൂർ പെരിങ്ങോം സ്വദേശിനിയായ റോസമ്മയാണ് തളിപ്പറമ്പ് കോടതി ശിക്ഷിച്ചത്. കൊലപാതകം നടത്തിയത് അതിക്രൂരമായാണെന്നും റോസമ്മ ദയ അർഹിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. 2013 ജൂലൈ 6-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്നേ ദിവസം പുലർച്ചെയാണ് ഭർത്താവ് ചാക്കോച്ചനെ ഭാര്യയായ റോസമ്മ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ ഭാര്യ റോസമ്മ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2013 ജൂലൈ 6-ന് പുലർച്ചെയാണ് വീടിനടുത്ത റോഡിൽ നിന്നും ചാക്കോച്ചന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തലേന്ന് രാത്രി വീട്ടിലുണ്ടായ വഴക്കിനിടെ റോസമ്മയും മകനും ചേർന്ന് ചാക്കോച്ചനെ അടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കേസ്. ചാക്കോച്ചന്റെ വസ്തു തന്റെ പേരിൽ എഴുതി നൽകണമെന്ന് റോസമ്മ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. സംഭവം നടക്കുന്ന സമയത്ത് മകന് പ്രായപൂർത്തിയാകാത്തതിനാൽ കേസിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കൊലപാതകം ചെയ്തതിനു ശേഷം വീട്ടിൽ നിന്നും 30 മീറ്ററോളം വലിച്ചും തള്ളി നീക്കിയുമാണ് റോസമ്മ മൃതദേഹം റോഡിൽ കൊണ്ടിട്ടത്. 30 പേജ് വിധി വായിച്ച ശേഷം പ്രതിക്കൂട്ടിലുള്ള റോസമ്മയെ വനിതാ പോലീസിന്റെ സഹായത്തോടെ ജഡ്ജി അടുത്തേക്ക് വിളിപ്പിച്ചു. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയെന്നും ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ജഡ്ജി ചോദിച്ചപ്പോൾ നിത്യരോഗിയാണെന്നും മരുന്ന് കഴിക്കുകയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നും റോസമ്മ ആവർത്തിച്ചു. വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണമെന്നും ഇവർ ജഡ്ജിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനാൽ അതിന് സാധിക്കില്ലെന്ന് പറഞ്ഞ ജഡ്ജി ജാമ്യം റദ്ദ് ചെയ്ത് റോസമ്മയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. പ്രതിയുടെ ശാരീരിക അവശതയും പ്രായാധിക്യവും വസ്തുതയാണെങ്കിലും ഇവർ നടത്തിയത് ക്രൂരമായ കൊലപാതകമാണെന്ന് കോടതി കണ്ടെത്തി. വയസ്സുകാലത്ത് പരസ്പരം താങ്ങായി നിൽക്കേണ്ട ഭർത്താവിനെ 7 തവണ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയോട്ടി അടിച്ചു തകർത്തതിനാൽ തലച്ചോറ് പുറത്തു വന്ന നിലയിലായിരുന്നു. കൃത്യത്തിന് ശേഷം മൃതദേഹം റോഡിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയും ആയുധം ഒളിപ്പിച്ചു വെച്ചതും കണ്ടെത്തിയ കോടതി പ്രതിക്ക് ദയ അർഹിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി.